നെതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വീണ്ടും പ്രക്ഷോഭം രൂക്ഷം. തെലവീവ്, ഹൈഫ, ജെറൂസലേം നഗരങ്ങളിൽ പതിനായിരങ്ങളാണ് തടിച്ചുകൂടിയത്. നെതന്യാഹു വെടിനിർത്തൽ ചർച്ച അട്ടിമറിച്ചെന്ന് പ്രക്ഷോഭകർ ആരോപിച്ചു. ഇസ്രായേലി ഭീകരതയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യത്തിന് തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ ആഹ്വാനം ചെയ്തു. ഇസ്രായേലിനെതിരെ ഇറാന്റെ പ്രത്യാക്രമണം വൈകില്ലെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി മേധാവി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് MC നാസറാണ് തത്സമയം ചേർന്നത്. നാസർ, ഇസ്രായേലിന്റെ ക്രൂരത ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഒരു 17-കാരന്റെ മൃതദേഹത്തിന് മുകളിൽ ബുൾഡോസർ കയറ്റിയ ഇസ്രായേലിന്റെ നടപടിയെക്കുറിച്ചുള്ള വാർത്തകളടക്കം വന്നത്. എന്താണ് ഏറ്റവും പുതുതായിട്ട് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? പരീക്ഷ ഏതാണ്ട് അടുത്ത മാസം 7-ാം തീയതി ആകുന്നതോടുകൂടി നമുക്ക് അറിയാൻ സാധിക്കും. ഒരു വർഷം തികയാൻ പോവുകയാണ് പ്രധാനമായിട്ടും ഈ ഒരു കൂട്ടക്കുരുതിയുടെ അധ്യായം, പുതിയ അധ്യായം ആരംഭിച്ചിട്ട്. ഗസയെ സംബന്ധിച്ചിടത്തോളം ഈ ആക്രമണം ഇത്ര മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും പല തലങ്ങളിൽ നടന്ന ചർച്ചകളൊക്കെയും അവസാന ഘട്ടങ്ങളിൽ അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കൈറോയിലും അതോടൊപ്പം തന്നെ ദോഹയിലും നടന്ന ചർച്ചകളും നെതന്യാഹുവിൻ്റെ മാത്രം ഒരു നിർബന്ധ ബുദ്ധി കാരണം ആ ചർച്ചയും അട്ടിമറിക്കപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. അല്പം മുമ്പ് CIA മേധാവി വില്യം ബേൺസിൻ്റെ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. പുതിയ ചില നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാർ നിർദ്ദേശം ഹമാസിനും ഇസ്രായേലിനും മുമ്പാകെ തങ്ങൾ സമർപ്പിക്കാൻ പോവുകയാണ്. അത് വരും ദിവസങ്ങളിൽ തന്നെ ആ ഒരു നിർദ്ദേശം സമർപ്പിക്കും. അതോടുകൂടി ഒരുപക്ഷേ ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന ഒരു പ്രതീക്ഷയാണ് വില്യം ബേൺസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെയൊക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ നിബന്ധനകൾ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. നെസറിയും അതോടൊപ്പം തന്നെ ഫിലാഡൽഫി, ഈ 2 കോറിഡോറുകളിൽ നിന്ന് സൈന്യത്തെ പിന്മാറ്റുന്ന ഒരു പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല എന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് നെതന്യാഹു നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പോ ഈ കരാർ യാഥാർത്ഥ്യമാകുമെന്നൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേലിലുടനീളം പ്രക്ഷോഭം വീണ്ടും ശക്തിപ്പെടുത്താൻ ബന്ദികളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികളാണ് തെലവീവിലും ഹൈഫയിലും ജെറൂസലമിലും മറ്റ് ഇസ്രായേൽ നഗരങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നെതന്യാഹുവിൻ്റെ നിലപാടിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ സർക്കാരിനെ ഒരു പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കാൻ എത്ര കണ്ട് പര്യാപ്തമാകുമെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലബനാനിൽ ഇന്ന് കൂടുതൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയപ്പോൾ 3 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹിസ്ബുല്ലയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും കലുഷിതമായിട്ടുള്ള ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ പകരുന്ന ഒരു നീക്കം പോലും ഇല്ല. നേരത്തെ വെടിനിർത്തൽ കരാർ ചർച്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതാണ്. ഒരു സമയത്ത് അത് നീണ്ടു നിൽക്കും, പിന്നീട് വിജയം കാണാതെ അത് അവസാനിപ്പിച്ച് വീണ്ടും വെടിനിർത്തൽ ചർച്ചകളിലേക്ക് സജീവമായി പോകുന്ന സാഹചര്യങ്ങളാണ് ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നത്. ഇതിപ്പോൾ നെതന്യാഹു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം, ഗസ യുദ്ധം തുടങ്ങിയിട്ട് ഇസ്രായേലിന്റെ ക്രൂരത തുടങ്ങിയിട്ട് 1 വർഷമാകുന്ന സാഹചര്യത്തിൽ ഇനിയും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു അയവ് വന്നിട്ടില്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാവുകയല്ലേ? പക്ഷേ തീർച്ചയായിട്ടും, കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു തീരുമാനം സർക്കാർ തലത്തിൽ തന്നെ കൈക്കൊള്ളാതെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങളുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ 100-ലധികം വരുന്ന ബന്ദികളെ ജീവനോടുകൂടി തന്നെ ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിന് ഈ ഹമാസുമായിട്ടുള്ള ഒരു അനുരഞ്ജന ചർച്ചയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ് സൈനിക നേതൃത്വം ഒരുമിച്ച് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൈനിക നേതൃത്വം കൈറോയിലും അതോടൊപ്പം തന്നെ ദോഹയിലും പാരീസിലും ഒക്കെ നടന്ന ചർച്ചകളിൽ ഈ നിലപാടാണ് അവർ പങ്കുവച്ചത്. പക്ഷെ അവസാന നിമിഷത്തിൽ ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ്, അതുകൊണ്ട് ആ തീരുമാനം കൈക്കൊള്ളേണ്ടത് താൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ പോലും തിരുത്തുകയായിരുന്നു നെതന്യാഹു ചെയ്തത്. അതുകൊണ്ട് അമേരിക്ക ഇത്ര വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടും ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുമ്പെങ്കിലും ഒരു കരാർ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമോ എന്ന് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇസ്രായേലിന് വേണ്ടി പൂർണ്ണമായിട്ടും ആയുധങ്ങൾ കൈമാറുന്നു, ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും ആയുധമണിയിക്കുക മാത്രമല്ല ഈ ക്രൂരതയ്ക്കൊക്കെ കൂട്ടുപങ്കാളിയായിട്ട് അമേരിക്ക നിലയുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ തങ്ങൾക്ക് സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് നെതന്യാഹുവിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സൈനിക താല്പര്യത്തിന് വേണ്ടി നിലയുറപ്പിക്കുന്ന ഒരു സമീപനമാണ് ജോ ബൈഡനെ വലിയ തോതിൽ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും പുതിയ വെടിനിർത്തൽ
മാർഗനിർദ്ദേശം എന്നത് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, എന്തായാലും ഇസ്രായേലിൽ വീണ്ടും നെതന്യാഹുവിനെതിരെയുള്ള പ്രക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. MC നാസറാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.